പൂനെയിലേക്ക് വന്നിട്ട് 24 വർഷമായി ഞാൻ പൂനെയില്. പൂനെയിൽ വരുന്നതിന് മുമ്പ് വരച്ചത്. അത് പൂനെയിൽ വന്നിട്ട് ജോലിയും തിരക്കുകളിലായതുകൊണ്ട് പിന്നെ ഒരു 10-20 വർഷമായിട്ട് വരയില്ലായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും വരയ്ക്കെങ്കിലും കണ്ടിന്യൂ വരയ്ക്കലൊന്നുമില്ല. പിന്നെ ഇപ്പം സാറിന്റെ ക്ലാസ് ഇങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ആഡ് കണ്ട് അങ്ങനെ കയറി വരയ്ക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ പണ്ട് വരച്ചതിന്റെ 5-10 ഇരട്ടി ചിത്രങ്ങൾ ഇപ്പൊ ഈ ഒരു 5-8 മാസം കൊണ്ട് വരച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പം വരയ്ക്കാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ സമയമില്ല. നമുക്ക് ഓൺലൈനിലാവുമ്പോൾ നമ്മള് ലൈഫ് ടൈം വീഡിയോ അല്ലേ അത്. ഇതൊപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റും, റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഒരു സാധാ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അന്ന് 6 മാസത്തെ കോഴ്സ് അത് തീർന്നില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ പോയില്ല, അവരുടെ സമയം നോക്കണം. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് റിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഓൾറെഡി ബിസിനസ് ആണ് ചെയ്യുന്നത് അല്ലേ? ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? സമയം രാത്രിക്ക് 10 മണി കഴിയുമ്പോൾ നല്ല ഫ്രീ ടൈം കണ്ടെത്തും. രാത്രിയിലാണ് വരയില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉള്ളപ്പോഴും ആയിരിക്കും. ഓൺലൈൻ നന്നായി പഠിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ പണ്ട് വരച്ചത് വെച്ച് നമ്മൾ ചുമ്മാ അന്നേരം നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല. നമ്മൾ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള റിയൽ കഴിവ് പുറത്ത് വരാൻ പറ്റുന്നത്. അപ്പൊ ചേരാൻ ആഗ്രഹിക്കുന്നവരോട് അതാ പറയുന്നത്. ക്ലാസ്സിൽ ചേർന്ന് ഒരു ഗുരുവിന്റെ അണ്ടർ പഠിക്കുമ്പോൾ എന്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. നമുക്ക് റിയലിസ്റ്റിക് ആയി ഇപ്പം എന്റെ പടങ്ങൾ തന്നെ കണ്ടറിയാലോ പണ്ട് വരച്ചത് ഇപ്പോഴത്തെ വ്യത്യാസം. ഒരാളോട് പറയാൻ വെച്ചാൽ ക്ലാസ്സിൽ ചേർന്ന ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുകയും സാറിനെ പോലെ ബെറ്റർ ആയിട്ടുള്ള ആളടുത്ത് പഠിക്കുക ഭാഗ്യമാണ്. എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഓഫ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രദീപൻ സാറുണ്ട്. സാർ ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് പണ്ട് വരച്ചിരുന്നതാണ്. പിന്നെ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വീണ്ടും വര തുടർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്താവോ? എവിടെയാണ് സ്ഥലം, എന്ത് ജോബാണ് ചെയ്യുന്നത്, ആർട്ട് ഏത് പ്രായം മുതലാണ് ചെയ്തു തുടങ്ങിയത്, അത്തരത്തിൽ വിശേഷങ്ങളൊന്ന് പറയാമോ? സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വരക്കുമായിരുന്നു. സ്കൂളിൽ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പൂനെയിലേക്ക് വന്നിട്ട് 24 വർഷമായി ഞാൻ പൂനെയില്. പൂനെയിൽ വരുന്നതിന് മുമ്പ് വരച്ചത്. അത് പൂനെയിൽ വന്നിട്ട് ജോലിയും തിരക്കുകളിലായതുകൊണ്ട് പിന്നെ ഒരു 10-20 വർഷമായിട്ട് വരയില്ലായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും വരയ്ക്കെങ്കിലും കണ്ടിന്യൂ വരയ്ക്കലൊന്നുമില്ല. പിന്നെ ഇപ്പം സാറിന്റെ ക്ലാസ് ഇങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ആഡ് കണ്ട് അങ്ങനെ കയറി വരയ്ക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ പണ്ട് വരച്ചതിന്റെ 5-10 ഇരട്ടി ചിത്രങ്ങൾ ഇപ്പൊ ഈ ഒരു 5-8 മാസം കൊണ്ട് വരച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പം വരയ്ക്കാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട്. കുറെ കാലം മുമ്പ് വരച്ചിട്ട് പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഇപ്പം പുതിയ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം വരയ്ക്കുന്നത്. പണ്ട് നമ്മൾ ചുമ്മാ കണ്ണൊക്കെ ചുമ്മാ റൗണ്ട് വരച്ചു പോലെ ഞാൻ പണ്ട് വരച്ച ചിത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ട് നമ്മൾ ഗൈഡൻസ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ വരയ്ക്കല്ലേ. ഇപ്പൊ അതിന്റെ മെത്തേഡും ടെക്നിക്സും ഒക്കെ പഠിച്ചുകൊണ്ട് ചിത്രം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വരച്ച ചിത്രത്തിൽ കുറച്ച് നല്ലതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കണം എന്നൊരു തോന്നൽ വന്നേ? അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ സമയമില്ല. നമുക്ക് ഓൺലൈനിലാവുമ്പോൾ നമ്മള് ലൈഫ് ടൈം വീഡിയോ അല്ലേ അത്. ഇതൊപ്പം നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റും, റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഒരു സാധാ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അന്ന് 6 മാസത്തെ കോഴ്സ് അത് തീർന്നില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ പോയില്ല, അവരുടെ സമയം നോക്കണം. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് റിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഓൾറെഡി ബിസിനസ് ആണ് ചെയ്യുന്നത് അല്ലേ? ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? സമയം രാത്രിക്ക് 10 മണി കഴിയുമ്പോൾ നല്ല ഫ്രീ ടൈം കണ്ടെത്തും. രാത്രിയിലാണ് വരയില്ല. ഫ്രീ ടൈം കിട്ടും. ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉള്ളപ്പോഴും ആയിരിക്കും. സാറിന്റെ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ഞാൻ നോക്കാട്ടോ. അപ്പൊ ആക്ച്വലി സാറിനെ പോലെ ഒരുപാട് പേരുണ്ട്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലും ഉണ്ട്, പിന്നെ ക്ലാസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെറുപ്പത്തിലൊക്കെ വരച്ചിരുന്നു, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിരുന്ന് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പഠിക്കണം എന്ന് തീരുമാനിച്ച് വരുന്നവര്. അപ്പൊ അവർക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേണിയാണ് സാറിന്റെ. ഞാൻ ഡ്രോയിങ് എല്ലാം നോക്കിയിരുന്നു ഒരു വട്ടം. എന്നാൽ കൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ. എനിക്ക് ഡ്രോയിങ് സ്കൂളിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് ഞാൻ പണ്ട് വരച്ചത്. ഇത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, 12 വർഷം മുമ്പ് വരച്ചതല്ലേ. അതിന്റെ കണ്ണും ഇപ്പം വരയ്ക്കുന്നതിന്റെ ഇപ്പൊ ഞാൻ ഒരു റിയലിസ്റ്റ് അതിന്റെ കണ്ണും കണ്ടതിന് മനസ്സിലായി. ഇതെല്ലാം വെറുതെ നമ്മളൊരു ലൈൻ ഇട്ടിട്ട് കണ്ണ് വരയ്ക്കുന്നത്. അന്ന് ഷെയ്ഡിങ് ഒക്കെ അറിയാമായിരുന്നോ? ഇല്ല, അങ്ങനെ തിയറിറ്റിക്കലായിട്ട് അറിയത്തില്ല. ചുമ്മാ അങ്ങനെ ചെയ്യുന്നല്ലാണ്ട്. ഇതും കോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് വരച്ചായിരിക്കും അല്ലേ? അടുത്ത് നന്നായിട്ടുണ്ട്. ഓൾറെഡി ഫിഗർ നോക്കി വരയ്ക്കാൻ അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മെത്തേഡ്സ്, ഈ പറഞ്ഞ പോലെ തന്നെ ആ മെത്തേഡ്സിന്റെയും ടെക്നിക്സിന്റെയും
ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതോ അറിവില്ലാത്തതോ ആയിരുന്നു, ചെറിയ ഡിഫറൻസ് ഉള്ളത്. എന്ന് പറയും. കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ഷെയ്ഡിങ് ഒക്കെ ചെയ്തു തുടങ്ങി. ഹെയറിനൊക്കെ ആണെങ്കിലും ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ നോക്കി ഷെയ്ഡ് ചെയ്ത് തുടങ്ങി. ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കുന്നത് കണ്ടു. കണ്ണും ബട്ടർഫ്ലൈയും എല്ലാം മൊത്തം. ഈ ഡ്രോയിങ് ആണെങ്കിൽ പെട്ടെന്ന് ക്യാച്ചിങ് ആയിട്ട് തോന്നി. ബട്ട് ഇവിടെ നിന്നും ഇതിലോട്ട് വന്ന സമയത്ത് കുറെ കൂടി കോൺഫിഡന്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഷെയ്ഡിങ് എല്ലാം ഇവിടാത്ത പഠിച്ചത്. പണ്ട് ക്ലോത്ത് ഷെയ്ഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഇത് നന്നായിട്ടുണ്ട്. ഇതിന്റെ ഹെയർ ഒക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മാച്ചിങ് മെത്തേഡ് വെച്ച് സാറിന്റെ അനാട്ടമി ചെയ്യുന്നില്ലേ, എസ് ടൈപ്പ്, അത് നമുക്ക് വരച്ചതാ. ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിരുന്നല്ലോ അല്ലെ, ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയ ഡ്രോയിങ് അല്ലേ? ഇത് ഫുൾ ആച്ചിങ് മെത്തേഡും ക്രോസ് ആച്ചിങ് എല്ലാം ഉപയോഗിച്ച് വരച്ചത്. നന്നായിട്ടുണ്ട്. എസ് മെത്തേഡ് അല്ലേ അനാട്ടമിയിൽ. ഇത് കളർ പെൻസിൽ നമ്മളൊരു ക്ലാസ്സിൽ അസൈൻമെന്റ് ആയിട്ട് വന്നല്ലേ. ഇത് നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒറിജിനൽ ഫ്ലവർ പോലെ ഇരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചല്ലേ? ഇത് എന്റെ ക്ലാസ് ഇപ്പൊ മറ്റേ റിയലിസ്റ്റിക്കിൽ അവിടെ എത്തിയായിരുന്നു, എ ടു ജെഡില് അസൈൻമെന്റ് ആയിട്ട് വരച്ചത്. ഇതെന്റെ മോൻ തന്നെയാണ്. ഓക്കെ, മോനെ കാണിച്ചു കൊടുത്തു എന്നിട്ട്? പിന്നെ എന്ത് പറഞ്ഞു? ഞാനാന്ന് പറഞ്ഞു, 4 വയസ്സേ ഉള്ളൂ. അതെ, ഞാൻ മുടിയൊക്കെ വരയ്ക്കുമ്പോ പറയും എനിക്ക് കണ്ണു വരയ്ക്ക്, ചെവി വരയ്ക്കുന്ന. ആദ്യം മുടി വരയ്ക്കുമ്പോ എത്ര ഉള്ളു, മുടി വരയ്ക്കുക ചെവി വരയ്ക്കുന്ന അവനെ പറഞ്ഞില്ല. സാറിന്റെ ഡ്രോയിങ്ങിന്റെ പ്രോഗ്രസ് കാണുന്ന സമയത്ത് നല്ല ഗ്രാജുവൽ ആയിട്ടുള്ള നല്ല പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു ലെവലിൽ വരച്ചിരുന്നതിൽ നിന്നും കുറെ കൂടി ഷെയ്ഡൊക്കെ ചെയ്ത് ലൈറ്റ് ആൻഡ് ഷാഡോ ചെയ്ത് കുറെ കൂടി റിയലിസ്റ്റിക് ആയി, പിന്നെ ചെറുതായിട്ട് സ്കിൻ ടെക്സ്ചർ ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രസ് ആണ്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? പേപ്പർ ഏത് ബ്രാൻഡ്, പെൻസിൽ ഏത് ബ്രാൻഡ്, അതൊക്കെ ഒന്ന് പറയാമോ? ഐവറി ഷീറ്റ്. പെൻസിൽസ് ഏതാ യൂസ് ചെയ്യുന്നത്? സ്കെച്ചിങ് പെൻസിൽ ബയാനിയോ ആണ്. പെൻസിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തോ? ബ്രിസ്ട്രോ അല്ലെങ്കിൽ സ്റ്റെഡ്ലർ ബ്രാൻഡ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത ശനിയാഴ്ച നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും ആർട്ട് ഷോപ്പ്, ഇവിടെ അങ്ങനെ ആർട്ട് ഷോപ്പ് ഒന്നും അങ്ങനെ ഇല്ല. അവിടെ ആർട്ട് ഷോപ്പ് പോയിട്ടൊന്ന് സാർ പേരെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചു. ബ്രിസ്ട്രോന്റെ തന്നെ ഇതുണ്ട്, ഗ്രാഫൈറ്റ് പെൻസിലിന്റെ സെറ്റ് കിട്ടും 12 അത് തന്നെ, സെയിം ബ്രാൻഡ് തന്നെ. അത് നല്ല കളർ പെൻസിലാണ്. അവരുടെ തന്നെ ഇതുപോലത്തെ സെറ്റ് ഉണ്ട്, ഗ്രാഫൈറ്റ് പെൻസിലിന്റെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. എന്നിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനത് ഫോട്ടോഷോപ്പിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്ത മെത്തേഡ് എല്ലാം കറക്റ്റാ. ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളത് ഈ പറയുന്ന ടൂൾസ് അപ്ഗ്രേഡ് വരുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ ചെയ്ത് കാണിച്ചു തരാം, പെട്ടെന്ന് മനസ്സിലാവും. ചില ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്ക് ഷാഡോസ് വരാനുണ്ട്. അപ്പൊ മുടിയൊക്കെ ആണെങ്കിലും ഇത് കണ്ടോ, ഇവിടെ കുറെ ഡാർക്ക് അല്ലേ, ഇതേപോലെ ഡാർക്ക് ആക്കി മാറ്റാൻ പറ്റില്ല, കണ്ടോ? അത് ആക്ച്വലി പെൻസിലിന്റെ അപ്ഗ്രേഡ് ആണ്. പിന്നെ കുറച്ചും കൂടി ലെയേഴ്സ് ചെയ്യുക, കണ്ടോ? അത്രയും ഡാർക്ക് ആക്കിയപ്പോഴേക്കും ചിത്രത്തിന് ഡിഫറൻസ് ഉണ്ടല്ലേ. പെട്ടെന്ന് റിയലിസ്റ്റിക് ആയിട്ട് വരും. ഇവിടെ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇല്ല. ടൂളൊന്ന് മാറ്റുക, കുറച്ചൊന്ന് ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്താൽ ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് ലെവൽ അടുത്ത് ചിത്രം വരയ്ക്കുന്ന സമയത്ത് മിഡിൽ ടോൺ കുറച്ചും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പം നോക്കിയാൽ മനസ്സിലാവും. റെഫറൻസ് പിക്ചർ വെച്ചിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ചും കൂടി ഗ്രേയിഷ് ടോൺ കൂടുതലാണ്. നമ്മൾ വരച്ചപ്പോൾ ഗ്രേ ടോൺ ഇത്തിരി കുറവാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അവിടെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സിറ്റിംഗ് കൂടി ഇരുന്ന് കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ആകുമ്പോൾ കുറെ കൂടി റിസൾട്ട്, കുറെ കൂടി 3D ഫീലും കുറെ കൂടി റിയലിസ്റ്റിക് ഫീലും കിട്ടും. വേണ്ട, ഈ ചുണ്ടിന്റെ മുകളിലൊക്കെ കുറച്ചും കൂടി ഒരു ആ മൂക്കിന്റെ ഷാഡോ ഒക്കെ താഴ്ത്തിട്ട് വീഴുന്നുണ്ട്. മൂക്കിന്റെ 2 സൈഡിലും ചെറിയ ഷാഡോ ഉണ്ട്. ഓൾറെഡി വരയ്ക്കാൻ നല്ല സ്കില്ലുണ്ട് നമുക്ക് ചെറിയൊരു ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ അടുത്ത ഡ്രോയിങ് നല്ല ബെറ്റർ ആയിട്ട്. ഈ കഴുത്തിലൊക്കെ ഇത് മിസ്സിംഗ് ആയിട്ടുണ്ട്, ഈ വരയൊക്കെ ഉണ്ടോ? പിന്നെ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നതാ. നമ്മളിത് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് റിസൾട്ട് വരും. അത്രേ ഉള്ളൂ, കണ്ടോ? വ്യത്യാസം കണ്ടോ? അപ്പൊ അതൊന്ന് ചെയ്താൽ മതി. അടുത്ത തവണ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം എടുക്കുന്നേക്കാളും ഒരു 3 ഇരട്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണ്ട, പല ദിവസങ്ങളിലായിട്ട് കുറച്ചീശെ കംപ്ലീറ്റ് ആക്കിയാൽ മതി. എൻ്റെ പുതിയ ടൂൾസ് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പിന്നെ മാക്സിമം ഓരോ ഭാഗങ്ങളും കമ്പയർ ചെയ്യുക. ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ മിസ്സായിട്ടുണ്ട് നമുക്ക്.
കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഫൈനൽ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആക്കുന്നതും രണ്ടും ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഇത്ര നാൾ നമ്മൾ കുറേ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്തില്ലേ, ഇനി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നല്ലൊരു ആർട്ട് വർക്ക് നമ്മുടെ ബെസ്റ്റ് ആവണം എന്ന് തോന്നുന്ന തരത്തിൽ കുറേ എഫേർട്ട് എടുത്ത് നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കിക്കോ. അപ്പോൾ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്. പെൻസിൽ ചെയ്തോണ്ടിരിക്കുക. യെസ് ഗുഡ് നന്നായിട്ടുണ്ട്. വലിയൊരു ഡ്രോയിങ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തോ, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർട്ട് റിലേറ്റഡ്? ചോദ്യങ്ങള് ഞാൻ ആക്രിലിക്കില് ചെയ്തായിരുന്നു. നമ്മൾ ഈ ഫോറസ്റ്റ് ഒക്കെ ചെയ്യുന്ന ചില വീഡിയോ യൂട്യൂബിലെല്ലാം കണ്ടില്ല, അത് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെ അങ്ങ് വരുന്നില്ലേ? അതിനെന്തെങ്കിലും സാറിന്റെ തന്നെ ക്ലാസ് ഉണ്ടോ? നമുക്ക് പെയിന്റിങ്ങിന്റെ ഇപ്പൊ നമ്മൾ ഡ്രോയിങ് ലെവൽ 1 സിൽവർ മെമ്പർഷിപ്പിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രോയിങ്ങിന്റെ എല്ലാ കോഴ്സിന്റെയും പാക്കേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ പെയിന്റിങ് കോഴ്സ് എല്ലാം വരുന്നുണ്ട്. വാട്ടർ കളർ വരുന്നുണ്ട്, അക്രിലിക്, ഓയിൽ പെയിന്റ്, ഫാബ്രിക് പെയിന്റ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തരുമ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അയച്ചുതരാം. സാറിന്റെ ചെറുപ്പത്തിൽ സാർ പറഞ്ഞില്ല എനിക്ക് പെൻസിൽ ഡ്രോയിങ് കുറച്ച് പഠിച്ച്, അത് കഴിഞ്ഞ് കളർ പെൻസിൽ പഠിച്ച്, വാട്ടർ കളർ. അപ്പൊ നമ്മളിപ്പോ എനിക്കിപ്പോ പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. എല്ലാം ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. എല്ലാം ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ കരിയറിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താ അറിയാവോ, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് കിട്ടാന്ന് അറിയില്ല. ഓയിൽ പെൻസിൽ വരെ ഉണ്ട്. ഗുഡ് എല്ലാം ട്രൈ ചെയ്യല്ലേ. എല്ലാം സാധനം എൻ്റെ അടുത്തുണ്ട്. ആക്ച്വലൊക്കെ ചെയ്ത് ക്യാൻവാസ് ബോർഡിൽ ചെയ്തതാണ്. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ. ബാക്ക്ഗ്രൗണ്ട് ശരിയായി. അത് ഫിനിഷ് ചെയ്തു. അതിന്റെ താഴെ ഷാഡോസ് ഇടാനുണ്ട്. ആ പെൺകുട്ടി നിൽക്കുന്നതിന്റെ കാലിന്റെ താഴെ ഷാഡോ ഒക്കെ വരില്ലേ? അക്രിലിക്കിന് ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര തെറ്റ് പറ്റിയാലും പിന്നെയും അതിന്റെ മുകളിൽ ലെയർ അപ്ലൈ ചെയ്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് അക്രിലിക്കിന്. ഞാൻ കണ്ടിരുന്നു. യെസ് ഗുഡ്. എല്ലാ പെയിന്റിംഗ് മീഡിയം ട്രൈ ചെയ്യുന്നത് നല്ലതാ. ഞാൻ ആക്ച്വലി പെൻസിൽ ഡ്രോയിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് അക്രിലിക്കിലോ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു മീഡിയം ആയിട്ട് അത് തോന്നിയത്. എനിക്ക് അക്രിലിക്കാണ് ഏറ്റവും ഇഷ്ടം. കാരണം എൻ്റെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്ക് വരുത്തും, പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം. ആ ഒരു സ്റ്റൈലാണ്, ഭയങ്കര സ്പീഡായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം അക്രിലിക്കിൽ എന്ത് തെറ്റ് പറ്റിയാലും, കളർ മാറിപ്പോയി, ഷെയ്ഡ് മാറിപ്പോയി, അല്ലെങ്കിൽ പടം മൊത്തത്തിൽ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ലെയർ ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ല സ്പീഡിൽ ചെയ്യേണ്ടി വരും, പെട്ടെന്ന് ഉണങ്ങും. ആ പാലറ്റിലോട്ട് പെയിന്റ് വെച്ചിട്ട് അറിയാലോ, ഒരു 3, 4, 5 മിനിറ്റ് കൊണ്ട് പെയിന്റ് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡായിട്ട് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ചിലർ സ്ലോയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഓയിൽ പെയിന്റ് ആയിരിക്കും. ഓയിൽ പെയിന്റ്, വാട്ടർ കളറും കുഴപ്പമൊന്നുമില്ല. വീക്കിലി മീറ്റിംഗ് എങ്ങനെയുണ്ട്? വീക്കിലി മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ടോ? യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? മാത്രല്ല എത്ര ഫ്രണ്ട്സ് എത്രയുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പേഴ്സണലായിട്ട് തന്നെ റിലേഷൻ ഉണ്ട്. കണ്ണൂരുകാർ തന്നെ സന്ധ്യയും എല്ലാവരും ഉണ്ടല്ലോ. തന്നെ ഡൗട്ട് ചോദിക്കാനൊക്കെ ആണെങ്കിലും വേറെ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണെങ്കിൽ ചിലപ്പോൾ ഉള്ള ഡൗട്ട് തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പല ഡൗട്ടുകളും സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനത് വീക്കിലി മീറ്റിംഗിൽ ആൻസർ തരാമെന്ന് പറയും. അതിന്റെ ബെനിഫിറ്റ് സെയിം ഡൗട്ടുള്ള 100 കണക്കിന് പേര് വേറെ ഉണ്ടാവും ചിലപ്പോൾ കേൾക്കാനായിട്ട്. ശരിയായിരുന്നില്ല, അത് അങ്ങനെയായിരുന്നു. നമുക്ക് അന്നേരം വീക്കിലി മീറ്റിംഗ് നമുക്ക് തോന്നുന്നത്. സാറിന്റെ പ്രായത്തിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന, ജോലിയൊക്കെ ചെയ്യുന്ന, പണ്ട് വരച്ചിരുന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്ത ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഓൺലൈനിലൂടെ എങ്ങനെ പഠിക്കണം? നമ്മൾ ഓൺലൈൻ നന്നായി പഠിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ പണ്ട് വരച്ചത് വെച്ച് നമ്മൾ ചുമ്മാ അന്നേരം നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല. നമ്മൾ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള റിയൽ കഴിവ് പുറത്ത് വരാൻ പറ്റുന്നത്. അപ്പൊ ചേരാൻ ആഗ്രഹിക്കുന്നവരോട് അതാ പറയുന്നത്, ക്ലാസ്സിൽ ചേർന്ന് ഒരു ഗുരുവിന്റെ അണ്ടർ പഠിക്കുമ്പോൾ എന്റെ ഡിഫറൻസ് വളരെ കൂടുതലാണ്. നമുക്ക് റിയലിസ്റ്റിക് ആയി ഇപ്പം എന്റെ പടങ്ങൾ തന്നെ കണ്ടറിയാലോ, പണ്ട് വരച്ചത് ഇപ്പോഴത്തെ വ്യത്യാസം. ഒരാളോട് പറയാൻ വെച്ചാൽ ക്ലാസ്സിൽ ചേർന്ന ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുകയും സാറിനെ പോലെ ബെറ്റർ ആയിട്ടുള്ള ആളായിട്ട് പഠിക്കുക ഭാഗ്യമാണ്. ഗുരു മാത്രമല്ല, കുറെ ഫ്രണ്ട്സും ഉണ്ട് അല്ലേ?
ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാം എവിടെയൊക്കെയോ ഉള്ള ഏതൊക്കെയോ രാജ്യത്തുള്ള ആൾക്കാരെ വരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് കൂടെ. യെസ്, ഒരുപാട് കുറെ സന്തോഷം. കൊച്ചു കുട്ടികളോട്ട് വലിയ 80-90 വയസ്സുള്ള ആൾക്കാർ വരെ ഫ്രണ്ട്സ് ആയി. ഞാൻ ആദ്യം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറേ പേർക്ക് പേടിയായിരുന്നു. അയ്യോ എനിക്ക് പ്രായം കുറവല്ലേ, അല്ലെങ്കിൽ നേരെ തിരിച്ച് എനിക്ക് പ്രായം കൂടുതലല്ലേ, ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു വരയ്ക്കുന്നത് പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ 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 എല്ലാവരും വന്ന് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ത് ചിത്രം വരച്ചാലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും. ഹൈ ലെവൽ വരയ്ക്കുന്നവരും ഉണ്ട്, സ്റ്റാർട്ടിങ് ബിഗിനേഴ്സും വരെയുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അതിലൂടെ സപ്പോർട്ടും അപ്രിസിയേഷൻ കിട്ടും എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അത് മാത്രം ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് സാറ് ഞാൻ മാത്രമായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോണ്ടിരുന്നത്. കമ്മ്യൂണിറ്റിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞ് വീക്ക്ലി മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ആൾക്കാർ കൂടുതലുണ്ട്, കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് എത്ര അറിയത്തില്ല. പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിന്റെ അകത്തോട്ട് വന്ന് ഇപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ സാറിന് ഡൗട്ട് വരികയാണെങ്കിൽ എന്നെ കണക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേര് അവിടെ ആക്റ്റീവാ. അപ്പൊ തന്നെ കമന്റ് വരും അതിന്റെ അകത്ത്. കൂടാതെ ഇപ്പോൾ UAE-ലൊക്കെ ഉള്ളവർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച്, എവിടെ പോയി പർച്ചേസ് ചെയ്യണം, ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവിടെയുള്ളവർ തിരിച്ച് കമന്റ് ചെയ്യലും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരുപാട് സന്തോഷമാണ് എനിക്ക് കാണുമ്പോൾ. അങ്ങനെ തന്നെ കമ്മ്യൂണിറ്റി വളർന്നു പോലോ. അതെ അതെ. കൂടാതെ കൂടുതൽ സ്റ്റുഡന്റ് വരുമ്പോഴും നമുക്ക് തന്നെ ബെനിഫിറ്റ്. എണ്ണം കൂടുന്തോറും, മറ്റുള്ള ക്ലാസ്സുകളൊക്കെ എണ്ണം കൂടുന്തോറും ചിലപ്പോൾ സ്റ്റുഡൻസിന് ടെൻഷൻ ആവും, എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഇവിടെ നേരെ തിരിച്ചാണ്, എണ്ണം കൂടുന്തോറും കൂടുതൽ സപ്പോർട്ടും കൂടുതൽ ക്ലാസ്സുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞാല് കമന്റ് തന്നെ ആൾക്കാർ പറയും, ആ കണ്ണ് ശരിയായില്ല, അവിടെ കുറച്ചൊരു ബ്രൗൺ വരാനുണ്ട്, ഫസ്റ്റ് ബ്ലാക്ക് ചെയ്യാനുണ്ട്. അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിച്ചു പോകും അതിനെ കുറിച്ച്. അതെ അതെ. പഠിക്കുന്ന ഇവരുടെ കൂടെ കൂടുതലും കൂടെ നമ്മൾ പഠിക്കുകയാണ്. അടുത്തൊരു വർഷത്തേക്ക് ആർട്ടിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മനസ്സിൽ വരുന്നത് പെട്ടെന്ന്? എക്സിബിഷൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എത്ര ആർട്ട് വർക്ക് വേണം എക്സിബിഷന്? എത്ര ആർട്ട് വർക്ക് വെച്ചാൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഏത് ടോപ്പിക്കാ ഇഷ്ടം? എനിക്ക് ഡാൻസ് ഫോംസ് ഭയങ്കര ഇഷ്ടമാണ്. ഏത് മീഡിയ യൂസ് ചെയ്യാൻ ഇഷ്ടം? എല്ലാം കളർ പെൻസിലും ഗ്രാഫിക് പെൻസിലും. ഒന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ. ഡാൻസ് ഫോംസിന്റെ എന്നുള്ള ടോപ്പിക്കിൽ മിക്സഡ് മീഡിയ ആർട്ട്, കളർ പെൻസിലും ഗ്രാഫൈറ്റ് പെൻസിലും പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ഒരു എക്സിബിഷന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അറിയാമോ? എക്സിബിഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പെയിന്റിംഗ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് പെയിന്റിംഗ് കംപ്ലീറ്റ് ആയാലും ഫസ്റ്റ് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ്. അത് കുറച്ച് ആർട്ട് വർക്ക് എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ ഹോൾ എങ്ങനെ ബുക്ക് ചെയ്യണം, ബാക്കി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊന്നും മൈൻഡിലോട്ട് എടുക്കണ്ട. ഒരു ടോപ്പിക്ക് ഫിക്സ് ചെയ്യുക, ആ ടോപ്പിക്കിൽ പതിയെ 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 ആർട്ട് വർക്ക് ചെയ്തു കൊടുക്കുക. ആൻഡ് അങ്ങനെ ചെയ്യുന്ന ആർട്ട് വർക്ക് പ്രാക്ടീസ് വർക്ക് അല്ല, നേരത്തെ പറഞ്ഞ പോലെ അതൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ആയിരിക്കണം. എക്സിബിഷന് വേണ്ടി ചെയ്യുന്ന ആർട്ട് വർക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളുടെ തെരഞ്ഞെടുത്ത കളക്ഷൻ ആയിരിക്കണം എക്സിബിഷന് വേണ്ടി വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സാറിന് ആ ഒരു ടൈമായി, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ കൂടി നമുക്ക് ചിത്രങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും. അന്ന് ചെയ്തോളൂ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പേപ്പർ സൈസ് എക്സിബിഷൻ നോർമലി രണ്ട് രീതിയിൽ പറയാം. ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു അബ്സ്ട്രാക്ട് ചിത്രം കണ്ടില്ലേ, ഇത് ഈ ഒരു സൈസിൽ കാണുന്നതും എൻ്റെ കയ്യിൽ ഒരു A4 സൈസിൽ കാണുന്നതും രണ്ട് ഡിഫറെന്റ് ഫീലാണ് കാഴ്ചക്കാർക്ക് കൊടുക്കുക. വലിയ സൈസിൽ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് എക്സിബിഷൻ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും, എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കും, കുറെ കാണാനുണ്ടോ അതിൻ്റെ അകത്ത്. അപ്പൊ ഏറ്റവും ബെറ്റർ ഒരു സജഷൻ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം സൈസിൽ ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, സൈസ് കുറച്ച് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഈ ഒരു ചിത്രം തന്നെ ഇതേ പാറ്റേൺ ഡിഫറെന്റ് കളേഴ്സിൽ ചെറിയ അല്ലെങ്കിൽ A4 സൈസിൽ A5 സൈസിലൊക്കെ ഒരു 5-6 പീസ് വരുമ്പോൾ അത് കണ്ടിട്ടില്ലേ എക്സിബിഷന് ഒരു കുറെ പീസുകളായിട്ട് വെക്കുന്നത്, അതും ഭംഗിയുണ്ടോ. ഒന്നില്ലെങ്കിൽ മാക്സിമം വലുതാക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ചെറുതാക്കി മൾട്ടിപ്പിൾ ഡിഫറെന്റ് വേരിയേഷൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. നോർമൽ സൈസിൽ വരച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്ക് പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളതല്ലേ ആ ഒരു ഫീൽ. എക്സിബിഷൻ എപ്പോഴും ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിക്കണം, ഒരു വാവ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റണം നമുക്ക്. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് ബോർഡ് ക്യാൻവാസ് ബോർഡല്ലേ? ഓക്കെ, ഇതല്ല സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറയുന്ന സമയത്ത് വുഡൻ ഫ്രെയിം വരും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണെങ്കിൽ എളുപ്പമാണ് ചുവരിൽ തൂക്കാൻ. വെറുതെ 2 ആണി അടിക്കുക, ഇതിന്റെ മുകളിൽ വെറുതെ കൊളുത്തിയിടുക, അത്രേ ഉള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ഫ്രെയിം ഇടേണ്ടി വരും. ഇതൊക്കെ എക്സിബിഷൻ കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാൽ ഫ്രെയിം ഇടണം, പിന്നെ ചിരടൊക്കെ കെട്ടി തൂക്കണം, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എക്സിബിഷൻ എപ്പോഴും അക്രിലിക് ഒക്കെ ആണെങ്കിൽ സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. എല്ലാ മീഡിയത്തിലും വരച്ചൂടെ? എല്ലാ മീഡിയത്തിലും ചെയ്യാം. അപ്പൊ മിക്സഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ ആയിട്ട് മാറും. ഇപ്പോഴും നല്ലൊരു ടോപ്പിക്കും ഒരു ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ അകത്ത്. ട്രാൻസ്ഫോമിന്റെ എന്ന് വെച്ചാൽ മുഖവും പിന്നെ ക്ലോത്ത് ഫോൾഡിങ് എല്ലാം ആയിട്ട് നല്ലൊരു ഭംഗിയല്ലേ കാണാൻ. അതെ അതെ, കുറെ കളേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പാറ്റേൺസ് വരും.
പാറ്റേൺസും ഫോൾഡിങ്ങും ലൈറ്റ് ആൻഡ് ഷാഡോ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മറ്റേ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ സാറിനെ കുറച്ച് നേരം കഴിയുമ്പോൾ സാറിന് ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് കിട്ടും. നമ്മുടെ റിവാർഡ് വിന്നേഴ്സിനുള്ള സെപ്പറേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓപ്പൺ ഗ്രൂപ്പ് ആയിരിക്കും. അതിൻ്റെ അകത്ത് സാറിന് വരയ്ക്കുന്നിടാം, കുറച്ചും കൂടി കണക്ഷൻ കിട്ടും. കാരണം റിവാർഡിലോട്ട് വരുന്നത് ആക്ഷൻ എടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിരിക്കും. കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകൾ അനൗൺസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ എക്സിബിഷൻ റിലേറ്റഡും ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് റിലേറ്റഡ് ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് നമുക്കുള്ളത്. ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയുണ്ട് നമ്മൾ പഠിച്ചു? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയില്ല. പരസ്യം കണ്ടിട്ടാണല്ലോ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പതിയെ പതിയെ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാറിന്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാ വീക്കിലി മീറ്റിംഗ് ഒന്നും അതിനെക്കുറിച്ച് പരസ്യത്തിൽ പറയുന്നില്ലല്ലോ. പരസ്യം കണ്ടു കഴിഞ്ഞാൽ ക്ലാസ് വരും എന്നുള്ളത് മാത്രമേ. ബാക്കിയുള്ളവരെല്ലാം അങ്ങനല്ലേ, ക്ലാസ് വന്നിട്ട് അവരൊരു പോയില്ലല്ലോ. ഇവിടെ ശരിക്കും നമ്മുടെ ക്ലാസ് ആക്ച്വലി റിലേഷൻഷിപ്പ് ബിൽഡിംഗ് കൂടി നടക്കുന്നുണ്ട്. വെറുതെ ഇപ്പൊ 2 മാസത്തെ ഓൺലൈൻ ക്ലാസ് തന്ന് മാറ്റി നിർത്തലല്ല, ലോങ് ഇതിപ്പോ ടൈമിൽ സ്റ്റുഡൻസിന് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഓൺലൈൻ ക്ലാസ് അല്ല ശരിക്കും. എല്ലാ വരുന്ന ക്ലാസ് ഓൺലൈൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഇല്ല സാർ, ഇപ്പൊ എല്ലാ ക്ലാസ്സിൽ എല്ലാത്തിനും അത് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ആയതില്ല. ഡൗട്ട് വരുമ്പോൾ ക്ലാസ് എടുത്ത് നമുക്ക് റിവ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. സാറ് ആക്ച്വലി നല്ല എഫേർട്ട് എടുത്ത് വരയ്ക്കുന്ന, നല്ല പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ വൺ ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും.